ഇപ്പൊ അപ്പൂസ് എന്നെ അങ്ങ് ഒഴിവാക്കുക, ഞാൻ വിളിക്കുന്ന കോൾ കട്ട് ചെയ്ത് വിടുക. എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഈ ബന്ധം എന്നാൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കും. ഈ ഒഴിവാക്കുന്ന സമയത്ത് പോലും കരഞ്ഞുകൊണ്ട് വരുമ്പോൾ മോളെ പോട്ടറി അല്ലെങ്കിൽ മോനെ പോട്ടറാന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അമ്മയ്ക്കേ പറ്റൂ. എൻ്റെ അമ്മ മാത്രമേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം എന്നൊക്കെ പറയുന്നതല്ലേ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൂസിൻ്റെ ലൈഫിൽ ഫ്രണ്ട്സിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ റിലേഷനിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ഏത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നെല്ലാം കിട്ടിയ ചതിയല്ലായിരുന്നു. അതെ, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെ സ്നേഹിക്കുമ്പം പിന്നിൽ നിന്ന് കുത്തുന്ന കുത്തു വലുതല്ലേ. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം നമ്മളോട്. ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ ആയിരിക്കും. എന്തൊരു സങ്കടം വന്നാലും നമ്മൾ ഫസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോടായിരിക്കും. വീട്ടുകാരിലുപരി ഫസ്റ്റ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിനോടായിരിക്കും. സത്യം, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. ആ ഒരു ടൈമില് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞല്ലേ, അതെന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് പറയുമോ? റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പിന്റെ ഒരു ടൈം ആയപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് തന്നെ എന്നെ പറ്റി ബാഡായിട്ട് ആളുടെ അടുത്ത് കുറേ പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ റൂമിൽ തന്നെ ഒരു 12 പേരുണ്ടായിരുന്നു. 12 പേരിൽ ഒരാൾ ഞാൻ. ബാക്കിയുള്ള എല്ലാവരും ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടത്തേ ഇല്ലായിരുന്നു. പറയണ്ടല്ലോ, മനസ്സിലാവും നമുക്ക് ആ ഒരു ഇമോഷൻ. അപ്പോൾ അതുവരെയുള്ള 12 പേരെന്ന് പറയുന്നത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു, എന്തിനു പോയാലും ട്രിപ്പ് മൂഡാണെങ്കിലും വൈബാണെങ്കിലും ഒരുമിച്ച്. ഇനി ആരൊക്കെ അപ്പൂനെ പറ്റി കുറ്റം പറഞ്ഞാലും അവരൊരു തണലായിട്ട് കൂടെ നിൽക്കുന്ന പ്രതീക്ഷയില്ലേ? പക്ഷെ എന്തായിരുന്നു സത്യാവസ്ഥ? ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. ആളും പറഞ്ഞു അവൻ്റെ അടുത്ത് കുറേ ബാഡായിട്ട് പറഞ്ഞു. എന്നിട്ടും പോട്ടെ, ഓക്കെ, അവൾ എനിക്ക് എപ്പോഴും ഒരു കൂട്ടായിട്ട് കൂടെ കാണുമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ആയപ്പോൾ അവളും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ തിരിച്ചറിഞ്ഞത്? കുറേ പേര് പറഞ്ഞു കൊടുത്ത് എൻ്റെ അടുത്ത്, ഇന്ന പോലെ അവളാണ് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫസ്റ്റ് വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം അത്രയും നാള് എല്ലാത്തിനും കൂടെ നിന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ലാസ്റ്റ് ആയപ്പം കൂടെ ഉണ്ടായിരുന്നില്ല അവള്. അതെനിക്ക് വല്ലാത്തൊരു തകർച്ചയായിരുന്നു. ഇന്ന് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ എന്തോ അവരോട് പറയാനുള്ളത്? എനിക്ക് എല്ലാരെയും ഇഷ്ടമാണ്. എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് ആരോട് വെറുപ്പോ ശത്രുതയോ ഇല്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരിതില്ല. എല്ലാരെയും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം അവർക്കൊക്കെ റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും അപ്പൂസ് ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല, ഒരാളുടെയും ഒരു പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ. ഇപ്പോൾ ഇടപെട്ടാൽ തന്നെ ഞാൻ അവരുടെ ഒരു സൈഡിൽ നിന്നേ സംസാരിക്കത്തുള്ളൂ. അതെപ്പോഴായാലും അവരുടെ അടുത്ത് ഫോൾട്ട് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അടുത്തൊരു സപ്പോർട്ടായിട്ട് നിന്നേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതാണല്ലോ സൗഹൃദം അല്ലേ? അതെ, സൗഹൃദം വരെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചു, അതുപോലും നിന്നില്ലല്ലേ? അപ്പൂസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ അറിയോ? ഇപ്പം ഒരു മനുഷ്യനൊക്കെ ഒരു സങ്കടമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ചിരിക്കുന്നതിനൊരു പരിധി ഉണ്ടാണോ? ഇത് വന്ന നാൾ മുതൽ അല്ലേ വന്ന നിമിഷം മുതൽ ഈ സമയം വരെ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കി എങ്ങനെ ചിരിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു? നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്, ഒന്നാമത്തെ കാര്യം. പിന്നെ പുറത്ത് ചിരിക്കണം. ഇപ്പം നിലവിൽ സൗഹൃദങ്ങൾ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. സൗഹൃദം ഇല്ലാതെ ഒരിതില്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എൻ്റെ സൗഹൃദത്തിന്. ആ പഴയ ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ വേണം. പക്ഷെ അവര് ചതിച്ചില്ലേ?
നമ്മൾ അത്രമേൽ സ്നേഹിച്ച വ്യക്തികൾ നമ്മളെ ചതിക്കുമ്പോൾ താങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഓക്കെ, നമ്മുടെ വീടിൻ്റെ അയലോക്കത്തുള്ളവർ കുറ്റം പറയുന്നു, നാട്ടുകാർ കുറ്റം പറയുന്നു, അല്ലി വല്ലി അല്ലേ? പക്ഷെ അത്രമേൽ റൂംമേറ്റായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉള്ള രഹസ്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഒരു തുറന്ന പുസ്തകമായിരുന്നു അപ്പൂസ് കൂട്ടുകാർക്കിടയിൽ. അവർ അപ്പൂസിനെ തള്ളി പറഞ്ഞപ്പം ഉണ്ടായ ഒരു ഫീൽ സഹിക്കാൻ പറ്റുമോ?